ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് നമ്മുടെ ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് കർത്താവിൻ്റെ ദാസൻ നെൽസൺ തോമസ്, മുംബൈ. ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ അല്പസമയത്തെ ധ്യാനത്തിനായി യാക്കോബ് എഴുതിയ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യം വായിക്കാം. ബുക്ക് ഓഫ് ജെയിംസ് ചാപ്റ്റർ 3 വേഴ്സ് 1. സഹോദരന്മാരെ, അധികം ശിക്ഷാവധി വരുമെന്നറിഞ്ഞ് നിങ്ങളിൽ അനേകർ ഉപദേഷ്ടാക്കന്മാർ ആകരുത്. കഴിഞ്ഞ അനേക ആഴ്ചകളായി യാക്കോബിന്റെ ലേഖനത്തിൽ നിന്നും നാം ചിന്തിച്ചു വരികയാണല്ലോ. പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ടാണ് യാക്കോബ് തന്റെ വായനക്കാരെ പ്രബോധിപ്പിക്കുന്നത്. 1-ാം അധ്യായത്തിൽ പരീക്ഷയും പരിശോധനകളും എങ്ങനെ അതിജീവിക്കാം എന്ന് താൻ വായനക്കാരെ ഓർപ്പിച്ചു. 2-ാം അധ്യായത്തിൽ പ്രധാനമായിട്ടും യഥാർത്ഥ വിശ്വാസം എങ്ങനെ പ്രവൃത്തിയിൽ വെളിപ്പെടുന്നുവെന്ന് യാക്കോബ് പറയുകയുണ്ടായി. ഇപ്പോൾ 3-ാം അധ്യായത്തിൽ ക്രിസ്തുവിശ്വാസിയുടെ വാക്കുകൾ എങ്ങനെയുള്ളവയായിരിക്കണമെന്ന് താൻ പ്രബോധിപ്പിക്കുകയാണ്. ഈ പുസ്തകത്തിലെ ഓരോ അധ്യായത്തിലും എഴുത്തുകാരൻ വിശ്വാസികളുടെ വാക്കുകളെക്കുറിച്ച്, സംസാര രീതിയെക്കുറിച്ച് പരാമർശിക്കുന്നത് ശ്രദ്ധേയമാണ്. 1-ാം അധ്യായം 26-ാം വാക്യത്തിൽ നിയന്ത്രണമില്ലാത്ത നാവ് ഹൃദയത്തെ വഞ്ചിക്കുമെന്നും അങ്ങനെയുള്ളവന്റെ ഭക്തി വ്യർത്ഥമാണ് എന്നും താന് ഓർപ്പിക്കുന്നു. 2-ാം അധ്യായം 12-ാം വാക്യം നാം വായിക്കുമ്പോൾ സംസാരവും പ്രവൃത്തിയും വളരെ ശ്രദ്ധാപൂർവമായിരിക്കുവാനായി താൻ ഓർപ്പിക്കുന്നു. 4-ാം അധ്യായം 11-ാം വാക്യത്തിൽ വരുമ്പോൾ അവിടെയും വളരെ വ്യക്തമായി അന്യോന്യം ദുഷിക്കരുത്, ആരെയും വിധിക്കരുത്, അങ്ങനെ ചെയ്യുന്നത് ന്യായപ്രമാണ ലംഘനമാണെന്ന് താന് വായനക്കാരെ ഓർപ്പിക്കുകയാണ്. 5-ാം അധ്യായം 12-ാം വാക്യം വായിക്കുമ്പോൾ നിങ്ങളുടെ വാക്ക് ഊവ് എന്ന് പറഞ്ഞാൽ ഊവ് എന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നും ഇരിക്കട്ടെ, സത്യത്തിൽ കവിഞ്ഞ യാതൊരു വാക്കുകളും പറയുവാൻ പാടില്ല. ഈ 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അത് മുഴുവൻ, ഈ അധ്യായം മുഴുവൻ യാക്കോബ് പരാമർശിക്കുന്നത് ദൈവജനത്തിന്റെ വാക്കുകളെക്കുറിച്ചും അതിന്റെ വിവിധ വശങ്ങളെക്കുറിച്ചുമാണ്. നോക്കുക, ദൈവജനത്തിന്റെ ക്രിസ്തുവിശ്വാസികളുടെ സംസാര രീതിയെക്കുറിച്ച് എത്രമാത്രം പ്രാധാന്യമാണ് നമ്മുടെ പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിലുള്ള ബന്ധത്തിലുള്ളത്. പലപ്പോഴും നാം ഈ കാര്യത്തിനധികം ഗൗരവം കൊടുക്കാറില്ല. അശ്രദ്ധയായി സംസാരിക്കുന്ന, എങ്ങനെയും എന്തും എവിടെയും പറയുന്ന ഒരു സ്വഭാവ രീതി പലപ്പോഴും നമുക്കുണ്ട്. ഇവിടെ ഓർത്തിരിക്കാൻ 2-3 കാര്യങ്ങൾ വളരെ വേഗം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്നെ ഇങ്ങനെ പറയുകയുണ്ടായി. താഴെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 34-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് നാം വായിക്കുന്നു, ഹൃദയം നിറഞ്ഞ് കവിയുന്നതിൽ നല്ലോ വായ് സംസാരം. അപ്പോൾ ഹൃദയത്തിൽ നിറയുന്ന കാര്യങ്ങൾ നമ്മുടെ ചിന്താമണ്ഡലത്തിൽ, നമ്മുടെ വിചാരത്തിൽ, നമ്മുടെ ആഗ്രഹത്തിൽ മോഹമായി പരിണമിച്ച് അത് പ്രവൃത്തിയിൽ വരുമെന്ന് മാത്രമല്ല വാക്കുകളായി പുറപ്പെടുകയും ചെയ്യും. വേറെ പറഞ്ഞാൽ നമ്മുടെ വാക്കുകൾ വാസ്തവത്തിൽ നാം ആരാണ് എന്ന് നമ്മെ വെളിപ്പെടുത്തുന്നവയാണ്. നമ്മുടെ സംസാര രീതി, നമ്മുടെ വാക്കുകളുടെ ഉപയോഗം അത് വെളിപ്പെടുത്തുന്നു നാം എങ്ങനെയുള്ള വ്യക്തിയാണ്, നമ്മുടെ ഹൃദയത്തിൽ എന്താണ് നിറഞ്ഞു കവിയുന്നത്. പലപ്പോഴും ശാരീരിക രോഗനിർണയത്തിന് ഡോക്ടേഴ്സ് നാവ് പരിശോധിക്കാറുണ്ട് എന്നതുപോലെ ഒരു വ്യക്തിയുടെ ആത്മീക ആരോഗ്യ പരിശോധനയ്ക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ പരിശോധിച്ചാൽ മതി. 2-മതായി ഓർത്തിരിക്കേണ്ട കാര്യം, റോമാലേഖനം 3-ാം അധ്യായത്തിന്റെ 13-14 വാക്യങ്ങൾ വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് സകല മനുഷ്യരും പാപത്തിന് അടിമപ്പെട്ടവരാണെന്ന് കാണിക്കേണ്ടതിന്, തെളിയിക്കേണ്ടതിന് അനവധി പഴയ നിയമ വാക്കുകൾ ഉദ്ധരിക്കുമ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്: അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി, നാവുകൊണ്ട് അവർ ചതിക്കുന്നു, സർപ്പവിഷം അവരുടെ അധരങ്ങൾക്ക് കീഴേ ഉണ്ട്, അവരുടെ വായിൽ ശാപവും കയ്പും നിറഞ്ഞിരിക്കുന്നു. നോക്കുക, നീതിമാൻ ആരുമില്ല എന്ന് പറഞ്ഞ് മനുഷ്യൻ സമ്പൂർണമായും പാപത്തിൽ ജീവിക്കുന്നു എന്ന് വ്യക്തമാക്കുമ്പോൾ അവരുടെ നാവിനെക്കുറിച്ച്, അവരുടെ തൊണ്ടയെക്കുറിച്ച്, അവരുടെ വാക്കുകളെക്കുറിച്ചൊക്കെ പൗലോസ് പറയുന്നത് കേട്ടാൽ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. അടിസ്ഥാനപരമായി മനുഷ്യന്റെ വാക്കുകൾ, മനുഷ്യന്റെ നാവ് തിന്മ നിറഞ്ഞതാണ്. വീണ്ടും ജനിക്കാത്ത ഒരു അവിശ്വാസിയുടെ യഥാർത്ഥ അവസ്ഥയാണിത്. വായ് തുറന്നാൽ ദുർഗന്ധം, വാക്കുകൾ വിഷതുല്യം, ചതിവും കയ്പും നിറഞ്ഞതായ വാക്കുകൾ. എന്നാൽ ഇങ്ങനെയുള്ളൊരു വ്യക്തിയാണ് ദൈവം തന്റെ കൃപയാൽ കർത്താവായ യേശുക്രിസ്തുവിൽ കൂടി രക്ഷിച്ച് വീണ്ടും ജനിപ്പിച്ച് തന്റെ എല്ലാ മേഖലയിലും രൂപാന്തരമുണ്ടാകുമ്പോൾ വാക്കുകളിലും സംസാര രീതിയിലും വ്യത്യാസം വരേണ്ടതാണ്. അതുകൊണ്ടാണ് എഫേസ്യർ ലേഖനം 4-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ എഴുതുന്നത്. എഫേസ്യർ 4-ന്റെ 29-ാം വാക്യം:
കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീക വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖം. കൊലോസ്യർ 3:8-9 വാക്യങ്ങളിലും ഇതേ ആശയം പൗലോസ് പറയുന്നുണ്ട്. ഇപ്പോഴോ നിങ്ങളും കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം ഇവയൊക്കെയും വിട്ടുകളവി. അന്യോന്യം ഭോഷ്ക് പറയരുത്. പഴയ മനുഷ്യനെ നോക്കുക. ഒരു വിശ്വാസിയുടെ വാക്കുകൾ രുചിയുള്ളതായിരിക്കണം. ഒരു വിശ്വാസിയുടെ വാക്കുകൾ കേൾവിക്കാർക്ക് ആത്മീക വർധന കൊടുക്കുന്നതായിരിക്കണം, ആശ്വാസം കൊടുക്കുന്നതായിരിക്കണം. കോപത്തിന്റെയും ക്രോധത്തിന്റെയും വാക്കുകൾ ഒരു വിശ്വാസിക്ക് ഭൂഷണമല്ല. രക്ഷിക്കപ്പെട്ടൊരു വിശ്വാസി സൂക്ഷിച്ചില്ല എങ്കിൽ മറ്റെല്ലാ മേഖലയിലും പോലെ നമ്മുടെ നാവും നമ്മുടെ വാക്കുകളിലും തിന്മ, അശുദ്ധി കയറിപ്പറ്റുവാൻ സാധ്യതയുണ്ട്. മൂന്നാമതായി ഓർത്തിരിക്കേണ്ട കാര്യമാണ് യാക്കോബ് തന്റെ ലേഖനത്തിൽ ഓർപ്പിക്കുന്നത്. എന്താണെന്നറിയാമോ? സഹോദരന്മാരെ, അധികം ശിക്ഷാവധി വരും എന്ന് അറിഞ്ഞ് അനേകർ ഉപദേഷ്ടാക്കന്മാരാകരുത്. ഇവിടെ യാക്കോബ് പരാമർശിക്കുന്നത് വരുവാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ചാണ്. കർത്താവ് തന്നെ ഈ കാര്യം ഓർപ്പിച്ചിട്ടു. മത്തായി സുവിശേഷം 12-ാം വാക്യം നാം വായിക്കുമ്പോൾ കർത്താവ് പറയുന്നു, എന്നാൽ മനുഷ്യർ പറയുന്ന ഏത് നിസാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് ഞാൻ നിങ്ങളുടെ പറയുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും എന്തും എങ്ങനെയും എവിടെയും പറയുവാൻ പാടില്ല. ഒരു ദിവസം കണക്ക് കൊടുക്കേണ്ടതാണ്. കണക്ക് കൊടുത്തേ മതിയാകും. ഇന്ന് നാം പറയുന്ന വാക്കുകൾ രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ, ഒരു ദിവസത്തിൽ നാം അതിന് ഉത്തരം കൊടുക്കേണ്ടി വരും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ വാക്കുകൾ എങ്ങനെയാണ്? സങ്കീർത്തനക്കാരന്റെ വാക്കുകൾ നമ്മുടെ പ്രാർത്ഥനയാകട്ടെ. സങ്കീർത്തനം 19:14 എന്റെ പാറയും എന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എന്റെ വായിലെ വാക്കുകളും എന്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകരമായിരിക്കട്ടെ. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ വാക്കുകൾ ദൈവത്തിന് പ്രസാദകരമാകട്ടെ. നമ്മുടെ വാക്കുകൾ ദൈവനാമ മഹത്വത്തിന് കാരണമാകട്ടെ. നമ്മുടെ നാവിലെ ഓരോ വാക്കുകളും ഓരോ സംസാരവും കേൾവിക്കാരിൽ ആശ്വാസവും സമാധാനവും കൊടുക്കുന്നവയാകട്ടെ. നമ്മുടെ വാക്കുകൾ കാരണം ആരും ദുഃഖിക്കാതിരിക്കട്ടെ, ആർക്കും ഒരു മുറിവുണ്ടാകാതെ ഇരിക്കട്ടെ. ദൈവമായ കർത്താവ് നമ്മെ ഈ വചനങ്ങളാൽ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.